ഫിറഔനിന്റെ ചരിത്രം പരിശോധിച്ചാൽ അവൻ മുക്കി നശിപ്പിക്കപ്പെടുന്ന വേളയിൽ അവന്റെ അധികാരങ്ങളും അവന്റെ പട്ടാളവും അവന് ഉപകരിക്കാത്തൊരു ഘട്ടം വന്നപ്പോൾ അവൻ ശുദ്ധ പ്രകൃതിയിലേക്ക് മടങ്ങിയതായി കാണാൻ കഴിയും. മുങ്ങി മരിക്കുന്ന സന്ദർഭത്തിൽ അവൻ മുസ്ലിമാണ് എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പൊ ഏതൊരു മനുഷ്യന്റെയും ശുദ്ധ പ്രകൃതം എന്ന് പറയുന്നത് തൗഹീദാണ്. ഇവിടെ പറഞ്ഞതും പറയാത്തതുമായ കാരണങ്ങളാൽ പലപ്പോഴും ആ തൗഹീദിന്റെ മുന്നിൽ മറകൾ വീഴുകയാണ്. എന്നാൽ പ്രവാചകന്മാരുടെ ആഗമനം ഇല്ലാത്ത കാലത്തു പോലും രണ്ട് പ്രവാചകന്മാരുടെ നിയോഗമനത്തിന്റെ ഇടയിലുള്ള കാലങ്ങളിൽ, ആ കാലങ്ങളിൽ പോലും മുവഹിദുകൾ ഉണ്ടായിരുന്നുവെന്നും വിഗ്രഹാരാധനയെ അംഗീകരിക്കുവാനോ ഉൾക്കൊള്ളുവാനോ സാധിക്കാത്ത ആളുകൾ ഉണ്ടായിരുന്നുവെന്നും ചരിത്രം നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. ആ കൂട്ടത്തിൽപ്പെട്ട ഒന്നാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബോധനത്തിന്റെ പ്രാരംഭഘട്ടത്തിൽ കുറെ ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നപ്പോഴും അവരിൽ പലരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നുബുവത്ത് കിട്ടുന്നതിന് മുമ്പ്, ഈ സത്യസന്ദേശം കേൾക്കുന്നതിന് മുമ്പേ അവരുടെ മനസ്സിൽ വിഗ്രഹാരാധന എന്ന ആശയവുമായി പൊരുത്തപ്പെട്ടു പോകാൻ സാധിക്കാത്ത പലരും അവരിൽ ഉണ്ടായിരുന്നു. അക്കൂട്ടത്തിൽപ്പെട്ട ആളാണ് അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു. അതേപോലെയുള്ള ഒരു സ്വഹാബിയാണ് മഹാനായ അബൂ ദർറുൽ ഗിഫാരി. ജുന്ദുബ് എന്നാണ് അദ്ദേഹത്തിന്റെ യഥാർത്ഥ നാമം. അബൂ ദർറുൽ ഗിഫാരി റളിയല്ലാഹു തആല അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പരസ്യ പ്രബോധനം ആരംഭിക്കുന്നതിന് മുമ്പേ ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടുള്ള ആളാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബോധനം കേട്ട് ദീൻ ആശ്ലേഷിച്ചിട്ടുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബത്തിൽപ്പെട്ട ആളുകളെ സംബന്ധിച്ച് പറഞ്ഞിരുന്നു. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള ഉറ്റ സുഹൃത്തുക്കൾ അടക്കം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യ ഖദീജ റളിയല്ലാഹു അൻഹ, അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പെൺമക്കൾ അലി റളിയല്ലാഹു തആല അൻഹു, തുടർന്ന് മഹാനായ അബൂബക്കർ റളിയല്ലാഹു തആല അൻഹുവിന്റെ പ്രബോധനം നിമിത്തമായി ദീനിലേക്ക് കടന്നു വന്ന ഒരുപാട് ആളുകളുടെ ചരിത്രം നമ്മൾ സംക്ഷിപ്തമായി സൂചിപ്പിച്ചിരുന്നു. അടുത്ത ഘട്ടത്തിൽ ഇസ്ലാമിലേക്ക് കടന്നു വന്ന രണ്ടാം ബാച്ച് എന്നാണ് ഇതിന് ചരിത്രകാരന്മാർ നൽകുന്ന പേര്. ആ രണ്ടാം ഗ്രൂപ്പിൽപ്പെട്ട ആളാണ് മഹാനായ അബൂദർ റളിയല്ലാഹു തആല അൻഹു. ജുന്ദുബിനു ജുനാദ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആഗമനത്തിന് മുമ്പേ വിഗ്രഹാരാധനയോട് വിയോജിപ്പുള്ള ആളായിരുന്നു. സത്യം പരതി നടക്കുകയായിരുന്നു അദ്ദേഹം. എപ്പോഴും തന്റെ മനസ്സിൽ നിന്ന് ഒരു ഉൾവിളി, ഈ വിഗ്രഹാരാധന ശരിയല്ല, ഒരു പ്രവാചകന്റെ ആഗമനം അടുത്തിട്ടുണ്ട്, ആ പ്രവാചകൻ ആഗതനായാൽ അദ്ദേഹത്തെ പോയി കണ്ട് ദീൻ ആശ്ലേഷിക്കണം എന്നൊരു അടക്കാൻ കഴിയാത്ത ആഗ്രഹം അദ്ദേഹത്തിന്റെ മനസ്സിൽ എപ്പോഴും ഇങ്ങനെ പൊന്തി വന്നിരുന്നു എന്നാണ്. ആ ഇടക്കാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ പ്രവാചകനായി നുബുവത്ത് കിട്ടി രംഗത്ത് വന്നിട്ടുണ്ട് എന്ന വിവരം അദ്ദേഹം അറിയുന്നത്. ആ വിവരം അറിഞ്ഞപ്പോൾ അദ്ദേഹം ആദ്യം ചെയ്തത് തന്റെ സഹോദരൻ ഉനൈസ് എന്ന് പറയുന്ന തന്റെ സഹോദരനെ മക്കയിലേക്ക് പറഞ്ഞയച്ചു. എന്നിട്ട് പറഞ്ഞു,
മക്കയിൽ പോയി അവിടെ നുബൂവത്ത് ലഭിച്ച് പ്രവാചകത്വം ലഭിച്ച് പ്രബോധനം നടത്തുന്ന, രഹസ്യമായി പ്രബോധനം നടത്തുന്ന ആ പ്രവാചകനെ കണ്ട് അദ്ദേഹത്തെ സംബന്ധിച്ചുള്ള കൃത്യമായ വിവരം നേടി എന്റെ അടുക്കൽ വന്നിട്ട് നീ അത് പറഞ്ഞു തരണം. അങ്ങനെ അദ്ദേഹം പോയി, സഹോദരൻ പോയി അന്വേഷിച്ചു. ചില കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന് കരഗതമാക്കാൻ കഴിഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചുള്ള അല്പം ചില വിവരങ്ങളുമായി തന്റെ സഹോദരൻ അബൂദർ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ അദ്ദേഹം വന്നിട്ട് ഇതാണ് മക്കയിൽ ആഗതനായ പ്രവാചകനെ കുറിച്ച് ലഭ്യമായ വിവരങ്ങൾ എന്ന് പറഞ്ഞപ്പോൾ മഹാനായ അബൂദർ റളിയല്ലാഹു തആല അൻഹുവിന് ഈ വിവരം, ഈ സഹോദരൻ നൽകിയ വിവരത്തിൽ അദ്ദേഹത്തിന് തൃപ്തിയായില്ല. ഇത്ര കിട്ടിയാൽ പോരാ, കുറച്ചുകൂടി അദ്ദേഹത്തെ കുറിച്ച് അറിയേണ്ടതുണ്ട് എന്ന് അദ്ദേഹം തീരുമാനിച്ച് അദ്ദേഹം തന്നെ മക്കയിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് അറിയാനും പഠിക്കാനുമായി മക്കയിലേക്ക് അദ്ദേഹം പുറപ്പെടുകയാണ്. അദ്ദേഹത്തിന്റെ നാട് മക്കയുടെയും മദീനയിലുടെയും ഇടക്കുള്ളൊരു പ്രദേശത്താണ്. അപ്പൊ അവിടെ നിന്ന് അല്പം യാത്ര ചെയ്ത് എത്താനുണ്ട്. കുറച്ച് ഒരു കൊട്ടയിൽ, ഒരു പാത്രത്തിൽ അല്പം കാരക്കയും ഒരു വടിയും കയ്യിലേന്തി അദ്ദേഹം മക്കയെ ലക്ഷ്യം വെച്ചുകൊണ്ട് നടന്നു വന്നു. അങ്ങനെ അദ്ദേഹം മക്കയിലെത്തി പരസ്യമായി ഒരാളോടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ചോദിക്കാൻ കഴിയില്ല. അതീവ രഹസ്യമായാണ് പ്രബോധനം നടക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് അന്വേഷിച്ചു കഴിഞ്ഞാൽ താനും ആക്രമിക്കപ്പെടും. അങ്ങനെ വളരെ പ്രയാസകരമായ ഒരു അന്തരീക്ഷമാണ് അവിടെ ഉള്ളത്. അതുകൊണ്ട് ഒരാളോടും നേർക്കുനേരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് അന്വേഷിച്ച് വിവരങ്ങൾ ശേഖരിക്കുവാൻ സാധ്യമല്ലാത്ത സന്ദർഭമാണ്. അദ്ദേഹം പള്ളിയിൽ കഴിച്ചുകൂട്ടി, മസ്ജിദുൽ ഹറാമിൽ അദ്ദേഹം കഴിച്ചുകൂട്ടി, അഥവാ കഅബയുടെ പരിസരത്ത് അദ്ദേഹം കഴിച്ചുകൂട്ടി. അവിടെ സംസം വെള്ളമൊക്കെ കുടിച്ച് വിഷപ്പടക്കി അവിടെ കഴിച്ചുകൂട്ടി. ആരോടും ചോദിക്കാൻ പറ്റിയ സാഹചര്യമല്ല. കുറച്ചു ദിവസം അങ്ങനെ കഴിഞ്ഞപ്പോൾ മഹാനായ അലി റളിയല്ലാഹു അൻഹുവിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഇങ്ങനെ ഒരു അപരിചിതൻ, ഈ മക്കക്കാരനല്ലാത്ത ഒരാള് ഇവിടെ ഈ കഅബയുടെ പരിസരത്ത് ഇങ്ങനെ കഴിഞ്ഞുകൂടുന്ന വിവരം മഹാനായ അലി റളിയല്ലാഹു തആല അൻഹു കണ്ടറിഞ്ഞു. അദ്ദേഹത്തെ കണ്ടപ്പോൾ മഹാനായ അലി റളിയല്ലാഹു തആല അൻഹുവിന് ഇദ്ദേഹം ഈ നാട്ടുകാരനല്ല, എന്തോ ഉദ്ദേശം വെച്ച് ഇവിടെ വന്നതാണ് എന്ന് അലി റളിയല്ലാഹു അൻഹുവിന് ബോധ്യപ്പെട്ടു. അലി റളിയല്ലാഹു തആല അൻഹു ഇദ്ദേഹത്തോട് ചെന്നിട്ട് ചോദിച്ചു, നിങ്ങളുടെ ആഗമനോദ്ദേശം എന്താണ്? മഹാനായ അബൂദർ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, എന്റെ ആഗമനോദ്ദേശം ഞാൻ പറയാം, പക്ഷേ ഞാൻ പറയുന്ന കാര്യം അതീവ രഹസ്യമാക്കി വെക്കണം, ഒരാളോടും പുറത്തു പറയരുത്. കാരണം അബൂദർ റളിയല്ലാഹു അൻഹുവിന് തന്നോട് വിവരങ്ങൾ അന്വേഷിക്കുന്ന വ്യക്തി ആരാണെന്നൊന്നും അറിയില്ല. ഞാനിങ്ങനെ പ്രവാചകനെ കുറിച്ച് കേട്ടിട്ട് വന്നതാണ് എന്ന് പറയാൻ പറ്റിയ ആളാണോ ഇദ്ദേഹം എന്ന് അറിയില്ല. അലി റളിയല്ലാഹു അൻഹു നബിയുടെ അനുചരനാണ് എന്ന വിവരമൊന്നും അബൂദർ റളിയല്ലാഹു അൻഹുവിന് അപ്പോൾ അറിയില്ല. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഞാൻ പറയുന്ന കാര്യങ്ങൾ ഒരാളോട് നിങ്ങൾ പറയില്ല, അത് രഹസ്യമായി അമാനത്തായി സൂക്ഷിക്കും എന്ന് ഉറപ്പ് തന്നെങ്കിൽ മാത്രമേ ഞാൻ പറയുകയുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ശരി, നിങ്ങൾ പറയുന്നത് ഞാൻ പാലിക്കാം, നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ ഞാൻ പുറത്തുവിടില്ല. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇങ്ങനെ ഒരു പ്രവാചകന്റെ ആഗമനത്തെ കുറിച്ച് കേട്ട് അദ്ദേഹത്തെ കുറിച്ച് അന്വേഷിച്ച് പഠിക്കാൻ വന്നതാണ്. അലി റളിയല്ലാഹു തആല അൻഹുവിന് സന്തോഷമായി. രണ്ടുപേരും ഒരേ ആദർശത്തിലെ കണ്ണികളായി മാറിയിട്ടുണ്ട്. അതുകൊണ്ട് അലി റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ അന്വേഷിക്കുന്ന ആ പ്രവാചകനെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം, അതുകൊണ്ട് നിങ്ങൾ എന്റെ പിറകിൽ എന്റെ കൂടെ വന്നാൽ മതി. പക്ഷേ ഒന്നിച്ചല്ല നടക്കുന്നത്, ഒരു അകലം പാലിച്ചാണ് നടക്കുന്നത്.
അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ അല്പം മുന്നിൽ നടക്കും. എന്തെങ്കിലും അപായം, അപകട സൂചന ഉണ്ടായാൽ ഞാൻ അവിടെ നിൽക്കും. എന്നിട്ട് ഞാൻ എൻ്റെ ചെരുപ്പ് നേരാക്കുന്നത് പോലെ, ചെരുപ്പ് കേട് വന്നിട്ട് അത് നന്നാക്കുന്നത് പോലെ അഭിനയിച്ച് ഞാൻ അവിടെ നിൽക്കും. അപ്പൊ നിങ്ങൾ അതിനനുസരിച്ച് ദൂരം പാലിച്ച് നമ്മൾ രണ്ടുപേരും ഒരേ ലക്ഷ്യം വെച്ച് നീങ്ങുന്ന ആളുകളാണ് എന്ന് ജനങ്ങൾക്ക് തോന്നാത്ത വിധത്തിൽ, ഈ വിധത്തിലായിരിക്കണം നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്കുള്ള പോക്ക്. അങ്ങനെ വളരെ കരുതലോടെ, ജാഗ്രതയോടെ മഹാനായ അലി റളിയല്ലാഹു അൻഹുവിന്റെ ഏകദേശം പിന്നാലെ കൃത്യമായ അകലം പാലിച്ചുകൊണ്ട് മഹാനായ അബൂദർ റളിയല്ലാഹു തആല അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്കുള്ള യാത്രയിൽ മുഴുകിയിരിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തെത്തി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അന്ന് ദാറുൽ അർക്കമിലാണ്. സഫയുടെ അടുത്തുള്ളൊരു വളരെ ചെറിയ പ്രായക്കാരനായ ദാറുൽ അർക്കം ഇബ്നു അബിൽ അർക്കം എന്ന് പറയുന്ന ഒരു സ്വഹാബിയുടെ വീട്ടിലാണ്. അദ്ദേഹത്തെ കുറിച്ചുള്ള പരാമർശം വഴിയെ വരുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ട് വിശ്വാസം പ്രഖ്യാപിച്ചു. അദ്ദേഹം ഒരു പൂർണ്ണമായ വിശ്വാസ പ്രഖ്യാപനം നടത്തിയ ശേഷം അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശിഷ്യത്വമൊക്കെ സ്വീകരിച്ച് ആ വേളയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറഞ്ഞു, യാ അബാദർ ഉക്തും ഹാദൽ അംർ, ഈ കാര്യം നിങ്ങൾ രഹസ്യമാക്കി വെക്കണം. ഏത് കാര്യം? ഇങ്ങനെ എൻ്റെ പ്രവാചകത്വം, ഞാനൊരു പ്രവാചകനായി ഇവിടെ ഇങ്ങനെ രഹസ്യമായി പ്രബോധനം ചെയ്യുന്ന കാര്യവും താങ്കൾ ഇസ്ലാം മതം സ്വീകരിച്ച ഈ വിഷയവും ഒക്കെ നിങ്ങൾ രഹസ്യമാക്കി വെക്കണം. അത് പരസ്യപ്പെടുത്താൻ പറ്റിയ സന്ദർഭമായിട്ടില്ല. എന്ന് മാത്രമല്ല, താങ്കൾ ഇപ്പോൾ ഇവിടെ നിൽക്കുകയും ചെയ്യരുത്. നിങ്ങൾ നിങ്ങളുടെ താമസ പ്രദേശത്തേക്ക് പോകണം. അവിടെ പോയിട്ട് ആളുകളെ ഈ പറഞ്ഞ കാര്യങ്ങളിലേക്ക്, ഈ ഒരു ആദർശത്തിലേക്ക് ആളുകളെ ക്ഷണിക്കണം. മഹാനായ അബൂദർ റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം ചെയ്തത്, നേരെ കഅബയുടെ അടുത്തേക്ക് പോയിട്ട് പരസ്യമായിട്ട് അദ്ദേഹം ഷഹാദത്ത് പ്രഖ്യാപിച്ചു. കാരണം സത്യം ഉൾക്കൊണ്ടു കഴിഞ്ഞാൽ അതങ്ങോട്ട് ഒതുക്കി നിർത്താൻ, അടക്കി നിർത്താൻ ചിലപ്പോൾ സാധിച്ചു കൊള്ളണമെന്നില്ല. അദ്ദേഹം കഅബയുടെ പരിസരത്ത് പോയിട്ട് അദ്ദേഹം ഷഹാദത്ത് പ്രഖ്യാപിച്ചു. പരസ്യമായി അദ്ദേഹത്തിന്റെ ഇസ്ലാം മതാശ്ലേഷണം അദ്ദേഹം ഉറക്കെ പറഞ്ഞു. അത് കേട്ടപ്പോൾ അവിടെ ഉണ്ടായിരുന്ന, കഅബയുടെ പരിസരത്തുണ്ടായിരുന്ന ആളുകൾ അദ്ദേഹത്തിന്റെ മേൽ ചാടി വീണ്, ഏതാണ് ഈ ഒരു പുതിയ വിശ്വാസി എന്ന് ആക്രോശിച്ചുകൊണ്ട് അദ്ദേഹത്തെ ഉപദ്രവിക്കാൻ തുടങ്ങി. അത് കണ്ട് മഹാനായ അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു ഇടപെട്ട് അദ്ദേഹത്തെ ശത്രുക്കളുടെ കരങ്ങളിൽ നിന്നും രക്ഷപ്പെടുത്തി. പിന്നീട് അദ്ദേഹത്തിന്റെ നാട്ടിലേക്ക് പോയി. അദ്ദേഹത്തിന്റെ നാട്ടുകാരുടെ ഗോത്രത്തിന്റെ സ്വഭാവം, ഗിഫാർ ഗോത്രത്തിന്റെ സ്വഭാവം, അവർ തനി തമ്മാടികളും കൊള്ളക്കാരുമാണ്. അബൂദർ റളിയല്ലാഹു അൻഹുവിന്റെ ഗോത്രം തനി തമ്മാടികളും കൊള്ളക്കാരുമായിരുന്നു. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, താങ്കളുടെ കുടുംബത്തിൽ പോയി, ഗോത്രത്തിൽ പോയി ഈ സന്ദേശം അവിടെ പ്രസരിപ്പിക്കുക എന്നാണ്. അദ്ദേഹം അവിടെ ചെന്നു. തന്റെ സഹോദരന്മാർ, കുടുംബത്തെയും നാട്ടുകാരെയും ഗോത്രങ്ങളെയും ഒക്കെ അദ്ദേഹം ദീനിലേക്ക് ക്ഷണിച്ചുകൊണ്ടിരുന്നു, പ്രബോധനം നടത്തിക്കൊണ്ടിരുന്നു. ഓരോരുത്തരായും കൂട്ടമായും ഒക്കെ ആളുകൾ അദ്ദേഹത്തിന്റെ ഈ പ്രബോധന ഫലമായി ദീനിലേക്ക് കടന്നു വന്നു. ഒരുപാട് ആളുകൾ ദീനിലേക്ക് കടന്നു വന്നു. അവർ പിന്നീട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദീനയിലേക്കുള്ള പലായനമൊക്കെ നടന്നു കഴിഞ്ഞ ശേഷമാണ് മഹാനായ അബൂദർ റളിയല്ലാഹു തആല അൻഹു കുടുംബവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിന്നീട് കാണുന്നത്. അത്രയും കാലം അദ്ദേഹം തന്റെ ഗോത്രത്തിൽ വലിയൊരു പ്രബോധകനായി അവരെ ദീനിലേക്ക് ക്ഷണിച്ചുകൊണ്ട് അവിടെ കഴിച്ചു കൂട്ടുകയായിരുന്നു. ആ ഗോത്രം, അതിലൊട്ടുമിക്ക ആളുകളും
ഇസ്ലാം മതം സ്വീകരിച്ച് അവർ നല്ല പരിപൂർണ മുസ്ലിങ്ങളായി മാറി അവരുടെ എല്ലാവിധ തെമ്മാടിത്തരങ്ങളോടും അധാർമികതയോടും വിടചൊല്ലി ശുദ്ധ മുവഹിദുകളും നല്ല തസ്കിയത്തും സംസ്കരണവും ലഭിച്ച ആളുകളായി അവർ മാറിയിരുന്നു. ഇത് അദ്ദേഹത്തിന്റെ പ്രബോധനത്തിന്റെ ഫലമായി ഉണ്ടായതാണ്. ഈ ചരിത്രത്തിൽ നമുക്ക് പഠിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പാഠം, നമ്മുടെ നാടുകളിൽ പലപ്പോഴും ആളുകൾ പറഞ്ഞു കേൾക്കാറുണ്ട്, ചെറിയൊരു ഒരു ന്യൂനപക്ഷം പലപ്പോഴും അവർ പറഞ്ഞു പോകാറുണ്ട്, എല്ലാ വിഷയങ്ങളിലും സാഗര സമാനമായ അറിവുകൾ ആർജിച്ച ശേഷമാണ് പ്രബോധനത്തിന്റെ ഗോതയിൽ ഇറങ്ങാവൂ എന്ന്. മഹാനായ അബൂദർ റളിയല്ലാഹു തആല അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കൂടെ സഹവസിക്കുന്നത് വളരെ കുറഞ്ഞ സമയമാണ്, കുറഞ്ഞ ദിവസങ്ങൾ എന്ന് പറയാം. ദിവസങ്ങൾ പറയുകയാണ്, വളരെ കുറഞ്ഞ ദിവസങ്ങളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ സമ്മേളിച്ചിട്ടുള്ളൂ, ഒത്തൊരുമിച്ച് കൂടിയിട്ടുള്ളൂ. ആ അബൂദർ റളിയല്ലാഹു അൻഹുവിനോട് റസൂൽ പറയുന്നത് നിങ്ങളുടെ ഗോത്രത്തിൽ പോയി പ്രബോധനം ചെയ്യണമെന്നാണ്. അപ്പൊ എന്തായിരിക്കും അദ്ദേഹം പ്രബോധനം ചെയ്തിട്ടുണ്ടാകുക? അദ്ദേഹത്തിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് കിട്ടിയ ആ പരിമിതമായ കാര്യങ്ങളാണ് അദ്ദേഹം ഗോത്രത്തിൽ പോയി പ്രചരിപ്പിക്കുന്നത്. അത് തന്നെയാണ് വേണ്ടത്. എല്ലാം തികഞ്ഞിട്ട് പ്രബോധനം നടത്താം എന്ന് തീരുമാനിച്ചാൽ ഫലത്തിൽ ഈ ദൗത്യം തന്നെ, ഈ കർമ്മം തന്നെ നിലച്ചു പോകും. അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയിൽ നിന്ന് തന്നെ കിട്ടുന്ന ഏറ്റവും സുപ്രധാനമായ ഒരു പാഠമാണ്. അബൂദർ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം വായിക്കുമ്പോൾ ആ ചരിത്ര വായനയിൽ നിന്ന് നമ്മൾ പകർത്തേണ്ടുന്ന ഏറ്റവും സുപ്രധാനമായ പാഠം, അറിഞ്ഞ കാര്യങ്ങൾ, ഉറപ്പുള്ള കാര്യങ്ങൾ, ബോധ്യം വന്ന കാര്യങ്ങൾ അതൊരു സ്വകാര്യ സ്വത്തായി സൂക്ഷിക്കാനുള്ളതല്ല. അതിന്റെ പ്രസരണം നടക്കണം, അത് ആളുകൾക്ക് പറഞ്ഞു കൊടുക്കണം. നിങ്ങൾ എന്നിൽ നിന്ന് ഒരായത്തെങ്കിലും ആളുകൾക്ക് എത്തിച്ചു കൊടുക്കണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനയുള്ളതാണ്. എല്ലാം തികഞ്ഞിട്ട് നടത്താം, നിർവഹിക്കാം എന്ന് തീരുമാനിച്ചാൽ ഫലത്തിൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഈ ദൗത്യ നിർവഹണം അങ്ങ് കൂമ്പടഞ്ഞു പോകും, അതങ്ങ് മുറിഞ്ഞു പോകുകയാണ് ചെയ്യുക. അങ്ങനെ ഒരു രീതി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടില്ല. തനിക്കെന്താണോ അറിയുക, തനിക്ക് ഉറപ്പുള്ള കാര്യമാകണമെന്ന് മാത്രം. തനിക്ക് ഉറപ്പുള്ള കാര്യം അത് നമ്മുടെ സ്വകാര്യ സ്വത്തല്ല. നാം പഠിച്ച കാര്യങ്ങൾ നമ്മുടെ സ്വകാര്യ സ്വത്തല്ല, അത് പങ്കിടാനുള്ളതാണ്, ആളുകൾക്ക് പകർന്നു കൊടുക്കാനുള്ളതാണ്, അടുത്ത തലമുറകൾക്ക് കൈമാറാനുള്ളതാണ് എന്നതാണ് മഹാനായ അബൂദർ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഈ ചരിത്രത്തിൽ നിന്ന് കിട്ടുന്ന ഏറ്റവും വലിയ പാഠം. മഹാനായ അബൂദർ റളിയല്ലാഹു തആല അൻഹുവിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ചില പ്രത്യേകമായ ഉപദേശങ്ങൾ, വസിയ്യത്തുകൾ അദ്ദേഹത്തിന് നൽകിയിട്ടുണ്ട്. ഒരുപാട് വസിയ്യത്തുകൾ അദ്ദേഹത്തിന് നൽകിയതായി കാണാം. ഒന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, യാ അബൂദർ ഇന്നി അറാക ലഈഫ വ ഇന്നി ഉഹിബ്ബു ലക മാ ഉഹിബ്ബു ലിനഫ്സി. അബൂദർ, താങ്കളെ ഞാൻ ഒരു ദുർബലനായി കാണുന്നു. ദുർബലൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വിശ്വാസ ദൗർബല്യമല്ല, ചില കാര്യങ്ങൾ നിർവഹിക്കാൻ താങ്കൾക്ക് കഴിയില്ല, അഥവാ ഒരു അധികാരമേൽക്കുക, ഒരു നേതൃത്വ പദവിയിൽ ഇരിക്കുക, ഇതൊന്നും താങ്കൾക്ക് ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് താങ്കൾ ഒരിക്കലും നേതൃത്വ പദവിയിലേക്ക് വരരുത്, താങ്കൾക്കത് ഭംഗിയായി നിർവഹിക്കാൻ കഴിയില്ല. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഉപദേശം നൽകാറുള്ളത് തന്റെ ഓരോ അനുചരന്മാരെ കുറിച്ചും കൃത്യമായി പഠിച്ച് മനസ്സിലാക്കിയിട്ട് അവർക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണ് അവരെ ചുമതലപ്പെടുത്തിയിരുന്നത്. അപ്പൊ താങ്കൾക്ക് അമീറാകുക, ഇമാറത്ത് ഏറ്റെടുക്കുക എന്ന കാര്യം നിങ്ങൾക്ക് നിർവഹിക്കാൻ കഴിയില്ല. അതുകൊണ്ട് നിങ്ങൾ അത് ഒരിക്കലും ഏറ്റെടുക്കരുത്. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത് അദ്ദേഹത്തോടുള്ള അടക്കാൻ കഴിയാത്ത സ്നേഹം കൊണ്ടാണ്. ആ ഒരു മുഖപുരയോടുകൂടെയാണല്ലോ റസൂലുള്ള പറഞ്ഞത്. റസൂലുള്ള പറഞ്ഞു തന്നെ നോക്കൂ നിങ്ങൾ, ഇന്നി ഉഹിബ്ബു ലക മാ ഉഹിബ്ബു ലിനഫ്സി. എനിക്ക് എന്തൊക്കെ കാര്യങ്ങൾ
ഞാൻ ഇഷ്ടപ്പെടുന്നുവോ അക്കാര്യങ്ങളൊക്കെ നിനക്കും ഉണ്ടാകണം ഞാൻ ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞാൽ താങ്കളോടുള്ള സ്നേഹം കൊണ്ടാണ്, താങ്കളോടുള്ള മഹബത്ത് കൊണ്ടാണ് ഞാൻ ഈ കാര്യങ്ങൾ പറയുന്നത് എന്ന മുഖവരയോടുകൂടെയാണ് താങ്കൾ ഒരിക്കലും ഇമാറത്ത് ഏറ്റെടുക്കരുത് എന്ന് പറയുന്നത്. വലാത്ത വല്ലയന്ന മാലല്ലത്തീം, അനാഥകളുടെ സ്വത്തും താങ്കൾ ഏറ്റെടുക്കരുത്. അനാഥകളുടെ സ്വത്ത് തീയാണ്. അത് ഭംഗിയായി കൈകാര്യം ചെയ്തില്ല എങ്കിൽ, നീതിനിഷ്ഠമായ രീതിയിൽ അത് കൈകാര്യം ചെയ്തില്ല എങ്കിൽ അവർ തിന്നുന്നത് തന്നെ തീക്കണലാണ് എന്നാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് അനാഥകളുടെ ധനം അതും താങ്കൾ ഏറ്റെടുക്കരുത്. അത് ഏറ്റെടുത്താൽ ഭംഗിയായി താങ്കൾക്ക് അത് നിർവഹിക്കാൻ കഴിയില്ല. നിർവഹിക്കാൻ സാധിക്കാതെ പോയാൽ താങ്കളുടെ പര്യവസാനം നരകമായിരിക്കും. അതുകൊണ്ട് നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടാണ് ഞാനിത് പറയുന്നത് എന്ന മഹാനായ അബൂദർ റളിയല്ലാഹു അൻഹുവിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രത്യേകമായി അദ്ദേഹത്തെ വിളിച്ച് ഉപദേശിച്ചതായി കാണാം. പിന്നെയും കാണാം ധാരാളം ഉപദേശങ്ങൾ. അദ്ദേഹത്തോട് റസൂൽ പറഞ്ഞു, താങ്കൾ അഗതികളെ സ്നേഹിക്കണം, പാവപ്പെട്ടവരെ സ്നേഹിക്കണം. സാധാരണഗതിയിൽ പാവങ്ങളെ അകറ്റി നിർത്തലാണ്. അഗതികളെയും അനാഥകളെയും അശരണരെയും അവരെ ചേർത്ത് പിടിക്കണം, അവരോടൊന്നിച്ച് നിൽക്കണം, അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റണം, ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ മുഴുകണം എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം. അവരോട് കൂടെ നിൽക്കണം, അവരോട് ചേർന്ന് നിൽക്കണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂദർ റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചിട്ട് ഉപദേശിച്ചിട്ടുണ്ട്. പിന്നീട് അദ്ദേഹത്തോട് പറഞ്ഞത്, ഉന്നുർ ഇലാ മൻ ഹുവ ദൂനക്, താഴെയുള്ളവരിലേക്ക് നോക്കണം. ദുന്യാവിന്റെ വിഷയത്തിലല്ല, ദീനിന്റെ വിഷയത്തിലല്ല, ദുന്യവിയായ ഭൗതികമായ വിഷയങ്ങളിൽ താഴെയുള്ളവരിലേക്ക് നോക്കണം. ലാ തൻദുറു ഇലാ മൻ ഫൗകക്കും വൻദുറു ഇലാ മൻ അസ്ഫല മിൻകും, താഴെയുള്ളവരിലേക്ക് നോക്കണം ദുന്യാവിന്റെ കാര്യത്തിൽ. എങ്കിലാണ് നമ്മൾ അനുഭവിക്കുന്ന അനുഗ്രഹങ്ങളുടെ വലിപ്പം മനസ്സിലാകുക. നാം അനുഭവിക്കുന്ന അല്ലാഹു തആല നമുക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങളുടെ വലിപ്പവും അതിന്റെ തോതും അതെത്രമേൽ വിലപ്പെട്ടതാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയണമെങ്കിൽ അബൂദർ റളിയല്ലാഹു തആല അൻഹുവിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ ഈ ഉപദേശം സ്വീകരിച്ചാൽ മതി. താഴെയുള്ളവരിലേക്ക് നോക്കുക. തന്റെ അയൽവാസി വലിയ രമ്യഹർമ്മങ്ങൾ പണി ചെയ്യുമ്പോൾ എനിക്കങ്ങനത്തെ ഒന്നില്ല എന്ന് ചിന്തിക്കുമ്പോൾ അവന്റെ ഉള്ള സ്വസ്ഥത കെട്ടുപോകുകയാണ് ചെയ്യുക. നേരെ മറിച്ച് എനിക്ക് തലചായ്ക്കാൻ, എനിക്ക് കിടന്നുറങ്ങാൻ ഒരു കൂരയെങ്കിലും ഉണ്ടല്ലോ, പീഡികത്തിണ്ടയിൽ പതിറ്റാണ്ടുകളായി കിടന്നുറങ്ങുന്ന, സ്വസ്ഥമായ ഒരു വീടില്ലാത്ത, തലചായ്ക്കാൻ ഇടമില്ലാത്ത എത്രയോ മനുഷ്യരുണ്ട്. അവരുടെ കൂട്ടത്തിലൊന്നും അല്ലാഹു തആല എന്നെ ഉൾപ്പെടുത്താതെ എനിക്ക് സ്വസ്ഥമായി അന്തിയുറങ്ങുവാനുള്ള ഒരു കൂരയെങ്കിലും തനിക്കുണ്ടല്ലോ എന്ന് ചിന്തിച്ചാൽ നമുക്ക് സമാധാനമുണ്ടാകും. അതുകൊണ്ടാണ് റസൂൽ പറഞ്ഞത്, താഴെയുള്ളവരിലേക്ക് നോക്കുക, അപ്പോഴാണ് സമാധാനമുണ്ടാകുക. എന്നാൽ ദീനിന്റെ വിഷയത്തിൽ, ആരാധനയുടെ വിഷയത്തിൽ എപ്പോഴും മേലേക്കാണ് നോക്കേണ്ടത്. സ്വഹാബികളൊക്കെ എത്രയോ ഇബാദത്തിൽ നമ്മുടെ മുമ്പിലാണ്, അവരുടെ അടുത്തേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ലല്ലോ, അവരുടെ മുകളിലേക്കാണ് നോക്കേണ്ടത്. ഭൗതിക വിഷയങ്ങളിൽ താഴെയുള്ളവരിലേക്ക് നോക്കുക. അത് സ്വസ്ഥത നേടാനും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങളുടെ തോത് മനസ്സിലാക്കുവാനും അത് ഏറെ ഉപകാരപ്രദമായിരിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അബൂദർ റളിയല്ലാഹു തആല അൻഹുവിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ മറ്റൊരു ഉപദേശമാണ് കുടുംബ ബന്ധം പാലിക്കണം. അവർ ഇങ്ങോട്ട് ബന്ധം വിച്ഛേദിച്ചാലും താങ്കൾ അങ്ങോട്ട് ബന്ധം പാലിക്കണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിന് വസിയത്ത് നൽകിയിട്ടുണ്ട്. ജനങ്ങളോട് ഒന്നും ചോദിക്കില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തോട് പ്രതിജ്ഞ വാങ്ങിയിട്ടുണ്ട്. ജനങ്ങളോടൊന്നും ചോദിക്കില്ല എന്ന് പറഞ്ഞാൽ അനുവദിക്കപ്പെട്ട കാര്യങ്ങൾ പോലും ആരോടും ചോദിക്കാതെ സ്വന്തമായി കാര്യങ്ങൾ ചെയ്ത് ആരെയും ആശ്രയിക്കാതെ ജീവിക്കാൻ ഞാൻ പഠിക്കും. ആ രീതിയിൽ ഒരാൾക്ക് ജീവിക്കാൻ സാധിക്കുമെങ്കിൽ അത് ഇസ്സത്താർന്ന പ്രതാപമാർന്ന
എന്നതാണ് അതിന്റെ ഏറ്റവും വലിയ പാഠമായി പണ്ഡിതന്മാർ ബോധ്യപ്പെടുത്തിയിട്ടുള്ളത്. അഞ്ചാമതായി അദ്ദേഹത്തിന് നൽകിയിട്ടുള്ള ഉപദേശം, സത്യം പറയണം. അന്നഖൂല ഹഖ്ഖൻ വഇൻ കാന മുറ, കൈപ്പുറ്റതാണെങ്കിലും സത്യമേ പറയാവൂ എന്ന പാഠം, ഉപദേശം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിന് നൽകിയിട്ടുണ്ട്. ആറാമതായി അദ്ദേഹത്തിന് നൽകിയ ഉപദേശം, അല്ലാ അഖാഫ ഫില്ലാഹി ലൗമത ലായിം, അള്ളാഹുവിന്റെ ദീൻ പറയുന്ന വിഷയത്തിൽ, അതനുഷ്ഠിക്കുകയും ആചരിക്കുകയും ചെയ്യുന്ന വിഷയത്തിൽ ഒരാളുടെയും ആക്ഷേപത്തെ ഭയപ്പെടരുത്. അബൂദർ റളിയല്ലാഹു തആല അൻഹുവിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നൽകിയ ഉപദേശമാണ്. നമ്മളേറെ ഇക്കാലത്ത് ശ്രദ്ധിക്കേണ്ടുന്ന ഉപദേശമാണ്. പലപ്പോഴും ട്രെയിനിൽ, വാഹനങ്ങളിൽ ദൂര യാത്രകൾ നിർവഹിക്കുന്ന ആളുകൾ നമസ്കാര സമയമായാൽ ജമ്മും കസറുമാക്കിയൊക്കെ നമസ്കരിക്കാമെങ്കിലും ആളുകൾ കാണുന്നത് ഒരു ചമ്മൽ, ആളുകൾ കാണുന്നത് ഒരു കുറച്ചിൽ, അതുകൊണ്ട് നമസ്കാരം ഒഴിവാക്കുന്ന എത്രയോ യാത്രക്കാരുണ്ട്. അപ്പുറത്തും ഇപ്പുറത്തും ഇരിക്കുന്ന ആളുകൾ ഞാനിങ്ങനെ നമസ്കരിക്കുമ്പോൾ എന്നൊരു പഴഞ്ചനായി, അല്ലെങ്കിൽ താടി വളർത്തിയാൽ എന്നൊരു ഭീകരവാദിയായി, എന്നൊരു ഭീകരവാദിയും വർഗീയവാദിയും ഒക്കെയായി ചിത്രീകരിക്കുമെന്ന് ഭയപ്പെട്ട് താടി വടിക്കുന്ന ആളുകളുണ്ട്. അബൂദർ റളിയല്ലാഹു തആല അൻഹുവിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നൽകിയ ഈ ഉപദേശങ്ങൾ നാം നെഞ്ചോട് ചേർത്ത് പിടിച്ചാൽ ദീനി വിഷയത്തിൽ ഒരാളുടെയും ആക്ഷേപത്തെ ഭയപ്പെടാതെ എവിടെയും ഞാനൊരു മുസ്ലിമാണ് എന്ന് അഭിമാനപൂർവം പറയാവുന്ന ഒരു വിധാനത്തിലേക്ക് വളരാനും ഉയരാനും നമുക്ക് സാധിക്കുന്നുവെങ്കിൽ ആ ജീവിതം അതിനൊരു അന്തസ്സുണ്ടാവും, ഒരു സ്വസ്ഥതയുണ്ടാവും, സമാധാനമുണ്ടാവും. അതുകൊണ്ട് റസൂലുള്ളാഹി അദ്ദേഹത്തോട് പറഞ്ഞു, ദീനിന്റെ വിഷയത്തിൽ ഒരാളുടെയും ആക്ഷേപത്തെ കാര്യമാക്കാൻ പാടില്ല, അതിനെ താങ്കൾ വകവെക്കുകയേ ചെയ്യരുത് എന്ന് റസൂലുള്ളാഹി പറഞ്ഞു. ഈ കൂട്ടത്തിൽ അവസാനമായി അദ്ദേഹത്തിന് നൽകിയ ഉപദേശമാണ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്ന ദിക്ർ ധാരാളമായി വർദ്ധിപ്പിക്കണം. ഈ ചരിത്ര പഠനത്തിൽ നമ്മൾ ഏറെ ശ്രദ്ധിക്കേണ്ടുന്ന പാഠങ്ങളാണ്, വസിയത്തുകളാണ് പറയുന്നത്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ, അല്ലാഹുവേ എന്റെ സ്ഥിതിഗതികളെ മാറ്റാൻ കഴിയുന്നവൻ, സകലമാന കഴിവുള്ളവൻ നീ മാത്രമാണ്, സഹായിക്കണേ എന്നാണ് അതിന്റെ ആശയം. സലഫു സ്വാലിഹീങ്ങൾ ധാരാളമായി ആവർത്തിച്ചുരുവിട്ടിരുന്ന ദിക്റാണ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. അത് ധാരാളമായി നമ്മളും പറയണം. ഇതുവരെ പറഞ്ഞതിന്റെ ഉദ്ദേശ്യം മഹാനായ അബൂദർ റളിയല്ലാഹു തആല അൻഹു ആണ് ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടുള്ള, ആദ്യകാലത്ത് കടന്നു വന്നിട്ടുള്ള രണ്ടാം ബാച്ചിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കണ്ണി. മറ്റൊന്ന് ബിലാൽ റളിയല്ലാഹു അൻഹു ആണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പക്കൽ നിന്ന് കിട്ടുന്ന ഈ വെളിച്ചം പതുക്കെ പതുക്കെ മക്കയിൽ പരക്കാൻ തുടങ്ങുകയാണ്, അത് പരന്നൊഴുകാൻ തുടങ്ങുകയാണ്. അത് ഒന്ന് കിട്ടിയത് ബിലാൽ മിന്നൽ അത് ലഭിക്കുന്നത് ബിലാൽ ഇബ്നു റവാഹ് എന്ന് പറയുന്ന സ്വഹാബിക്കാണ്. ബിലാൽ ഇബ്നു റവാഹ് എന്ന് പറയുന്ന സ്വഹാബി അദ്ദേഹം ഒരു അടിമയായിരുന്നു എന്ന് നമുക്കറിയാം. അടിമകൾക്ക് പരിധിയുണ്ട്, പുറത്തിറങ്ങാൻ കഴിയില്ല. അവർക്ക് ഈ സത്യസന്ദേശങ്ങൾ അബൂദർ റളിയല്ലാഹു തആല അൻഹു അന്വേഷിച്ച് യാത്ര ചെയ്തു വന്ന് ഈ സത്യം കണ്ടെത്തിയതുപോലെ ഒരടിമക്ക് അങ്ങനെ പുറത്തിറങ്ങി അന്വേഷിച്ച് ഇത് കണ്ടെത്താനുള്ള സാഹചര്യം ഉണ്ടാവില്ല. പക്ഷേ അങ്ങനെയൊക്കെ ആണെങ്കിലും അദ്ദേഹത്തിന് ഈ സന്ദേശം അറിയാനുള്ള സാഹചര്യങ്ങൾ അല്ലാഹു തആല ഒരുക്കി കൊടുത്തു. എങ്ങനെയാണ് ബിലാൽ റളിയല്ലാഹു തആല അൻഹു ഇത് കേട്ടത്? എങ്ങനെയാണ് അദ്ദേഹം ഇസ്ലാമിനെ കുറിച്ച് അറിഞ്ഞത്? ബിലാൽ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഉടമ, അദ്ദേഹത്തിന്റെ യജമാനൻ ഉമയ്യ എന്ന് പറയുന്ന വ്യക്തിയാണ്. ഉമയ്യയുടെ അടിമയാണ് ബിലാൽ റളിയല്ലാഹു തആല അൻഹു. ഈ ഉമയ്യ അയാളുടെ വീട്ടിൽ ഇരുന്നു കൊണ്ട് മറ്റു ഖുറൈശി നേതാക്കളൊക്കെ ഒന്നിച്ചിരുന്നു കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ഇങ്ങനെ സംസാരിക്കും. ഇങ്ങനെ മക്കയിൽ മുഹമ്മദ് ഒരു നുബുവത്തുമൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് തുടങ്ങി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ഇങ്ങനെ പറയും. അത് കേട്ടിട്ടാണ്
മഹാനായ ബിലാൽ റളിയല്ലാഹു തആല ഇസ്ലാമിനെ കുറിച്ച് മനസ്സിലാക്കുന്നത്. അതാണ് അദ്ദേഹത്തിന്റെ മനസ്സിലേക്ക് സത്യത്തിന്റെ രശ്മി കടന്നു ചെല്ലുവാനുള്ള നിമിത്തമായി മാറിയത് എന്ന് ചരിത്രകാരന്മാർ പറയുന്നു. അങ്ങനെ മഹാനായ ബിലാൽ റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തിന്റെ ഇസ്ലാം മതം അദ്ദേഹം പ്രഖ്യാപിക്കുന്നു. അദ്ദേഹത്തിന്റെ ഇസ്ലാം വിശ്വാസം യജമാനൻ ഉമയ്യ അറിയുന്നു. ഉമയ്യ അറിഞ്ഞപ്പോൾ വളരെ ക്രൂരമായ മർദ്ദനമാണ് മഹാനായ ബിലാൽ റളിയല്ലാഹു തആല അൻഹുവിന് ഏൽക്കേണ്ടി വന്നത്. പക്ഷെ നമുക്കറിയാം, ഇനി നമ്മൾ ഈ ചരിത്ര പഠനത്തിൽ പീഡനങ്ങൾ അനുഭവിച്ചവരുടെ നീണ്ട കഥകൾ പറയുന്ന ഒരു ഭാഗം തന്നെ വരുന്നുണ്ട്. ഇപ്പോൾ ഞാൻ അതിന്റെ ചുരുക്കം പറയുകയാണ്. ആദ്യകാലത്ത് ഇസ്ലാം മതം സ്വീകരിച്ചിട്ടുള്ള ആളുകളിലെ പ്രമുഖരായ ആളുകളുടെ ചരിത്രം സംക്ഷിപ്തമായി പറയലാണ് ഇപ്പോൾ ഉദ്ദേശം. ബിലാൽ റളിയല്ലാഹു തആല അൻഹു അനുഭവിച്ചിട്ടുള്ള ത്യാഗങ്ങളും പ്രയാസങ്ങളെ കുറിച്ചൊക്കെ വിശദമായി വിശ്വാസികൾ മക്കയിൽ അനുഭവിച്ച പീഡന കഥകൾ പറയുന്ന വേളയിൽ നമുക്കത് വിശദമായി പറയാം. ഞാനിപ്പോൾ അതിനൊരു ചുരുക്കം നമുക്കറിയാവുന്നതാണെങ്കിൽ പോലും ചുരുക്കി ഒന്ന് പറയുകയാണ്. മഹാനായ ബിലാൽ റളിയല്ലാഹു തആല അൻഹു ഇസ്ലാം മതം സ്വീകരിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ യജമാനൻ ഉമയ്യ ബിലാൽ റളിയല്ലാഹു തആല അൻഹുവിനെ അതിക്രൂരമായി പീഡിപ്പിക്കാൻ തുടങ്ങി. പീഡനം എന്ന് പറഞ്ഞാൽ അസഹ്യമായ പീഡനം, സഹിക്കാൻ കഴിയാത്ത പീഡനം. ചുട്ടുപൊള്ളുന്ന മണലാരുണ്യത്തിൽ അദ്ദേഹത്തെ മലർത്തിക്കിടത്തി അദ്ദേഹത്തിന്റെ നെഞ്ചിന്റെ മുകളിൽ ഭാരമുള്ള പാറകൾ, ഭാരമുള്ള കല്ലുകൾ അദ്ദേഹത്തിന്റെ നെഞ്ചിൽ കൊണ്ടുവന്ന് വെച്ച് അദ്ദേഹത്തെ പ്രയാസപ്പെടുത്തി. അവിടെ ഉണ്ടായിരുന്ന, മക്കയിൽ ഉണ്ടായിരുന്ന തെരുവ് പിള്ളേർ അദ്ദേഹത്തെ മക്കയുടെ തെരുവീതികളിലൂടെ വലിച്ചിഴച്ചു. ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും അദ്ദേഹത്തെ പിന്തിരിപ്പിക്കാൻ ആർക്കും സാധിച്ചില്ല. അദ്ദേഹത്തോട് പറഞ്ഞു, ലാത്തയാണ് എന്ത് ദൈവം, ലാത്തയെന്ന് വിളിക്ക്, ലാത്തയെ ആരാധിക്ക്, ലാത്തയോട് പ്രാർത്ഥിക്ക് എന്നിങ്ങനെ ഉമയ്യ നിരന്തരമായി ഭീഷണിപ്പെടുത്തിയും മർദ്ദിച്ചും ബിലാൽ റളിയല്ലാഹുവിനോട് ആവശ്യപ്പെട്ടപ്പോഴൊക്കെ അദ്ദേഹം പറഞ്ഞത് അല്ലാഹു അഹദ്, അല്ലാഹു അഹദ്, അല്ലാഹു മാത്രമാണ് ഏകൻ, അവനാണ് ഏകൻ എന്ന് പറഞ്ഞു എന്നാണ്. വേണമെങ്കിൽ ബിലാൽ റളിയല്ലാഹു തആല അൻഹുവിന് ആത്മരക്ഷാർത്ഥം ഉള്ളിൽ ഈമാൻ നിറച്ചുകൊണ്ട് ജീവൻ രക്ഷപ്പെടുത്താൻ ആത്മരക്ഷാർത്ഥം വേണമെങ്കിൽ ലാത്തയെ വിളിച്ച് പ്രത്യക്ഷത്തിൽ പ്രാർത്ഥിക്കാം. ആ സന്ദർഭത്തിൽ അത് ചെയ്യുന്നത് തെറ്റല്ല. പക്ഷേ ആ സന്ദർഭത്തിൽ പോലും, പ്രത്യക്ഷത്തിൽ പോലും അദ്ദേഹം ലാത്തയെ വിളിക്കാൻ തയ്യാറായില്ല. ജീവൻ അപായപ്പെട്ടാലും ശരി, തന്റെ ജീവൻ പിച്ചി ചീന്തപ്പെട്ടാലും ശരി, ഒരു നിമിഷം പോലും ഈ ഒരു പിഴച്ച വിശ്വാസവുമായി ഒത്തുപോകാനോ രാജിയാകുവാനോ ഞാൻ സന്നദ്ധനല്ല എന്നാണ് അദ്ദേഹം ഉറക്കെ പ്രഖ്യാപിച്ചതിന്റെ ഉദ്ദേശം. ഈ നിരന്തരമായ പീഡനങ്ങൾ സഹിച്ച് അദ്ദേഹം കഴിഞ്ഞുകൂടുന്ന വേളയിൽ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആരാണ് ബിലാലിനെ ഒന്ന് വാങ്ങി മോചിപ്പിക്കുക? മഹാനായ അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു ഉമയ്യയെ കണ്ട് ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ കാശ് കൊടുത്ത് വാങ്ങി മോചിപ്പിച്ചു. ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ മഹാനായ അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു കാശ് കൊടുത്ത് വാങ്ങിയിട്ട് ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ സ്വതന്ത്രനാക്കി. മഹാനായ ഉമർ റളിയല്ലാഹു തആല അൻഹു പറയാറുണ്ട്, അബൂബക്കർ സയ്യിദുന വഅതക സയ്യിദന. അബൂബക്കർ നമ്മുടെ നേതാവാണ് റളിയല്ലാഹു തആല അൻഹു. അദ്ദേഹം നമ്മുടെ നേതാവാകുന്ന ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ മോചിപ്പിച്ച ആളാണ്. അബൂബക്കർ റളിയല്ലാഹു തആല എന്ന് പറയുന്ന നേതാവ് ബിലാൽ റളിയല്ലാഹു തആല എന്ന് പറയുന്ന നമ്മുടെ മറ്റൊരു നേതാവിനെ സ്വതന്ത്രനാക്കിയ ആളാണ് എന്ന് നോക്കൂ നിങ്ങൾ. അക്കാലത്തെ സ്ഥിതിവിശേഷങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ട് ചിന്തിച്ചാൽ വിശ്വാസികൾക്കല്ലാതെ അങ്ങനെ പറയാൻ കഴിയില്ല. കാരണം വർണ്ണത്തിന്റെ പേരിൽ, നിറത്തിന്റെ പേരിൽ ആളുകളെ തട്ടുതിരിക്കുന്ന, വേർതിരിക്കുന്ന കാലമാണത്. ഇന്നുമുണ്ടല്ലോ ജാതീയതയും വർണ്ണത്തിന്റെ പേരിലുള്ള വകതിരിവൊക്കെ. ആ ഒരു സമയത്ത് അതേ സ്വഭാവം ജാഹിലിയത്തിലും ഉണ്ടായിരുന്നു. ആ വിലക്കുകളെ എല്ലാം മാറ്റി നിർത്തി ഉന്നത തറവാട്ടുകാരനായ
ഉമർ റളിയല്ലാഹു തആല അൻഹു ആണ് കറുകറുത്ത കരിക്കട്ട പോലെ കറുകറുത്ത, പ്രത്യക്ഷത്തിൽ വികൃതമായ മുഖമുള്ള, ചപ്പിയ മൂക്കുള്ള, കാഴ്ചയിൽ ഒരു സൗന്ദര്യവുമില്ലാത്ത വിരൂപയായ മഹാനായ ബിലാൽ റളിയല്ലാഹു തആല അൻഹുവിനെ സയ്യിദ് എന്ന് വിളിക്കുന്നത്. ഈമാൻ മനസ്സിലേക്ക് കടന്നു ചെന്ന ആളുകൾക്ക് മാത്രമേ അങ്ങനെയുള്ള ഒരാളെ സഹോദരൻ എന്ന് വിളിക്കാൻ പറ്റൂ. ഒരു വിവേചനവുമില്ലാതെ അദ്ദേഹം തന്നെ നേതാവാണ് എന്ന് പറയാൻ സാധിക്കണമെങ്കിൽ ശക്തമായ ഈമാൻ മനസ്സിൽ പതിയേണ്ടതുണ്ട്. അവർക്ക് അതിന് സാധിക്കുകയുള്ളൂ. ഈ സന്ദർഭത്തിൽ നമ്മൾ ഏറെ ചിന്തിക്കുന്ന മറ്റൊരു കാര്യം, മഹാനായ ബിലാൽ റളിയല്ലാഹു തആല അൻഹുവിനെ പോലെയുള്ള മഹാരഥന്മാർ സഹിച്ചിട്ടുള്ള ത്യാഗത്തിന്റെ ഫലമായിട്ടാണ് നമ്മെ പോലെയുള്ള ആളുകൾക്ക് ഈ സത്യസന്ദേശം ഉൾക്കൊള്ളുവാൻ സാധിച്ചിട്ടുള്ളത്. ഈ ചരിത്രം ഇങ്ങനെ പറഞ്ഞു പോകുമ്പോ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരേണ്ടുന്ന സുപ്രധാനമായ ചിന്ത, ഇത്തരത്തിലുള്ള ത്യാഗ പരിശ്രമങ്ങൾ നമ്മുടെ ദീൻ നമുക്ക് കിട്ടുന്നതിന്റെ പിന്നിൽ മഹാരഥന്മാർ സമാനതകളില്ലാത്ത പ്രയാസങ്ങളും പ്രതിസന്ധികളും തരണം ചെയ്തിട്ടുണ്ട് എന്ന വിശ്വാസം, ഈ ഒരു ബോധം നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെയുള്ള ചരിത്ര വായനയിൽ കടന്നു വരേണ്ടതാണ്. അങ്ങനെ കടന്നു വരുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമുക്കിത് മറ്റുള്ളവരോട് പറയാനുള്ള പ്രചോദനമുണ്ടാകും, മറ്റുള്ളവരോട് ഇത് പറയേണ്ട കാര്യമുണ്ട് എന്ന് തോന്നുകയുള്ളൂ. ഈ ചരിത്ര വിവരണങ്ങളുടെ കൂട്ടത്തിൽ അഥവാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്കയിലുള്ള ഈ രഹസ്യ പ്രബോധനം നടക്കുന്ന വേളയിൽ ഉണ്ടായിരുന്ന മറ്റൊരവസ്ഥ, പലവർക്ക് ആരാധനകൾ നിർവഹിക്കേണ്ടതുണ്ട്, അവർക്ക് പ്രാർത്ഥിക്കേണ്ടതുണ്ട്. എവിടെ വെച്ച് പ്രാർത്ഥിക്കും? അവർ പലപ്പോഴും വല്ല മലഞ്ചെരുവിൽ പോയിരുന്നു കൊണ്ട് പ്രാർത്ഥിക്കും. മലഞ്ചെരുവിൽ പോയി ആരും കാണാതെ, ആരുടെയും കാഴ്ചയിൽ അകപ്പെടാതെ വളരെ ജാഗ്രത പാലിച്ചുകൊണ്ട് ഏതെങ്കിലും മലഞ്ചെരുവിൽ പോയിട്ടാണ് അവർ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്തിരുന്നത്. ഈ ഒരു ചരിത്ര ശകലം നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടുന്ന ഒരു കാര്യമുണ്ട്. അള്ളാഹുവിന്റെ പള്ളികളിൽ നിന്ന്, പള്ളി മിനാരങ്ങളിൽ നിന്ന് 5 നേരവും നമസ്കാരത്തിലേക്ക് വരൂ, വിജയത്തിലേക്ക് വരൂ എന്നുള്ള വിളിയാളമുണ്ടാകുമ്പോൾ കൂർക്കം വലിച്ചുറങ്ങുകയും ഈ വിളിയെ അവഗണിക്കുകയും ചെയ്യുന്ന ആളുകളുണ്ട്. ഈ ചരിത്രം ആലോചിച്ചാൽ വളരെ ജാഗ്രതയോടുകൂടെ ജീവൻ പോലും അപായപ്പെടുന്ന, ജീവന് പോലും ഭീഷണിയുള്ള സന്ദർഭത്തിൽ പോലും ആളുകളുടെ കണ്ണ് വെട്ടിച്ച മലഞ്ചെരുവിൽ പോയി ഇബാദത്ത് നിർവഹിച്ചവരാണ് നമ്മുടെ പൂർവികർ. അവർക്കിങ്ങനെ അന്ന് അങ്ങനെയുള്ള സൗകര്യങ്ങളെ ഉള്ളൂ. അത്തരത്തിലുള്ള സൗകര്യങ്ങൾ ആണെങ്കിൽ പോലും ഇബാദത്തിന്റെ വീഴ്ച, ഇബാദത്തിന്റെ നിർവഹണത്തിൽ ഒരു വീഴ്ചയും അവർ വരുത്തിയിട്ടില്ല. കൃത്യമായി അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്ത് ഉള്ള സാഹചര്യങ്ങളിലും ഏത് പ്രതികൂല സാഹചര്യങ്ങളിലും അല്ലാഹുവിനോടുള്ള ബാധ്യത നിർവഹണത്തിൽ ഒട്ടും വീഴ്ച വരുത്താതെ അക്കാര്യങ്ങൾ അവർ നിർവഹിച്ചിട്ടുണ്ടായിരുന്നുവെന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാൻ പറ്റും. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്ക പ്രബോധന കാലഘട്ടത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രബോധന കേന്ദ്രമായി സ്വീകരിച്ചിരുന്നത് അർഖം എന്ന് പറയുന്ന, അർഖം ഇബ്നു അബിൽ അർഖം എന്ന് പറയുന്ന ഒരു സ്വഹാബിയുടെ വീട്ടിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രബോധനത്തിന്റെ കേന്ദ്രമായി റസൂലുള്ളാഹി തെരഞ്ഞെടുത്തത് അതായിരുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്,
أشهد أن محمد رسول الله حي على الصلاة حي على الصلاة حي على الفلاح حي على الفلاح الله أكبر الله أكبر لا إله إلا الله. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ മക്കയിലെ രഹസ്യപ്രബോധനം നടക്കുന്ന സന്ദർഭത്തിൽ പ്രബോധന കേന്ദ്രമായി സ്വീകരിച്ചത്, പ്രബോധന കേന്ദ്രമാക്കിയത് ദാറുൽ അർഖമാണ്. അർഖം ഇബ്നു അബിൽ അർഖം എന്നാണ് ആ സ്വഹാബിയുടെ പേര്. അദ്ദേഹം വളരെ ചെറുപ്രായക്കാരനാണ്. 16-17 വയസ്സുള്ള ഒരു ചെറുപ്രായക്കാരനായ അനുചരനാണ് അർഖം റളിയല്ലാഹു തആല അൻഹു. അദ്ദേഹത്തിന്റെ വീടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രബോധന കേന്ദ്രമായി സ്വീകരിച്ചത്. അതിന്റെ പിന്നിലുള്ള രഹസ്യം ചരിത്രകാരന്മാർ പറയുന്നുണ്ട്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹിക്മത്ത് കൂടിയാണ്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബോധന കേന്ദ്രം പെട്ടെന്ന് ശത്രുക്കൾക്ക് മനസ്സിലാക്കാൻ സാധിക്കരുത്, അതിനു വേണ്ടിയാണ്. കാരണം വളരെ ചെറുപ്പക്കാരനായ ഇദ്ദേഹത്തിന്റെ വീട് റസൂലുള്ള പ്രബോധന കേന്ദ്രമാക്കുമെന്ന് ഒരിക്കലും ശത്രുക്കൾ നനച്ചിരിക്കും. അവർക്കൊരിക്കലും അങ്ങനെ ഒരു ചിന്ത വരില്ല. ചിന്ത വരാൻ സാധ്യതയുള്ളത് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ വീടോ അതല്ലെങ്കിൽ മറ്റു പ്രമുഖരുടെ വീടുകളോ ഒക്കെ ആയിരിക്കാം പ്രബോധന കേന്ദ്രമായി സ്വീകരിക്കുക എന്നതാണ്. ആ വഴിക്കാണ് ചിന്ത പോകുക. അപ്പൊ അത് ഇല്ലാതിരിക്കാനും പ്രബോധനം അതിന്റെ കേന്ദ്രം ശത്രുക്കൾ തൽക്കാലം അറിയേണ്ടതില്ല എന്നതുകൊണ്ടുമാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇദ്ദേഹത്തിന്റെ വീട് പ്രബോധന കേന്ദ്രമായി സ്വീകരിച്ചത്. ആ വീട്ടിൽ വെച്ചുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പുതുതായി ദീനിലേക്ക് കടന്നു വരുന്ന ആളുകളെ അവരെ സംസ്കരിച്ചത്, അവരെ സംസ്കരിച്ച് അവരെ വളർത്തിക്കൊണ്ടുവന്നത്, അവർക്ക് ഖുർആൻ പഠിപ്പിച്ചത്, അവരെ ഏറ്റവും ഉത്തമ പൗരന്മാരാക്കി വളർത്തിക്കൊണ്ടുവന്നത്. ആ സന്ദർഭത്തിൽ ഏറെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ പ്രബോധനത്തിൽ ഊന്നൽ നൽകിയിരുന്നത് കാതലായ വശം, ഈമാൻ, തൗഹീദ്, 3 കാര്യങ്ങൾക്കാണ് അക്കാലത്ത് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ പ്രബോധനത്തിൽ ഊന്നൽ നൽകിയിരുന്നത്. ഒന്ന് ഈമാൻ, അല്ലാഹുവിലുള്ള വിശ്വാസം, അതേപോലെ ആഖിറത്ത്, അന്ത്യനാളിലുള്ള വിശ്വാസം, പിന്നെ റിസാലത്ത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവാചകത്വം. അതല്ലാതെ ആയിഷ റളിയല്ലാഹു തആല അൻഹ പറഞ്ഞതുപോലെ ആദ്യമേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വന്നിട്ട് നിങ്ങൾ മദ്യപിക്കരുത്, വ്യഭിചരിക്കരുത് എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ് ആദ്യമേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിരുന്നതെങ്കിൽ അതൊരിക്കലും വിജയിക്കുമായിരുന്നില്ല. റസൂൽ അതല്ല പറഞ്ഞത്. റസൂൽ ആദ്യം അള്ളാഹുവിനെ കുറിച്ചുള്ള അവരുടെ ബന്ധം ശരിപ്പെടുത്തി, അവരുടെ ഈമാൻ ശരിപ്പെടുത്തി, പരലോക വിശ്വാസത്തെ റസൂൽ അവരുടെ മനസ്സിൽ ഊട്ടിയുറപ്പിച്ചു. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിന്റെ ദൂതനാണ് എന്ന വശത്തിന് ഊന്നൽ നൽകി.
ഈ മൂന്ന് വിഷയങ്ങളിലും ഊന്നി നിന്നുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രബോധനം നിർവഹിച്ചിരുന്നത്. അതുകൊണ്ടാണ് ഏത് പ്രതിസന്ധികൾക്ക് മുന്നിലും ഉറച്ചു നിൽക്കുവാനുള്ള കരിവീട്ടിക്കാതലിനെ വെല്ലുന്ന ഈമാൻ അവർക്കുള്ളത് കൊണ്ടാണ് എല്ലാവിധ പ്രതിസന്ധികളെയും തരണം ചെയ്തും പ്രതിരോധിച്ചും തോൽപ്പിക്കുവാൻ അവർക്ക് സാധിച്ചത്. ഈ വിധത്തിലുള്ള ഈമാൻ ഉള്ളത് കൊണ്ടായിരുന്നു. ഈ ചരിത്രം പറയുമ്പോൾ അതിലുള്ള പാഠമായി ചരിത്രകാരന്മാർ എടുത്തുദ്ധരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പ്രതിസന്ധികളെ തരണം ചെയ്യാൻ. ഈ ചരിത്ര ശകലത്തിലുള്ള പാഠം പ്രതിസന്ധികളെ തരണം ചെയ്യാൻ ഏറ്റവും പ്രധാനമായി 3 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ഒന്ന്, ഒരിക്കലും ഇളക്കം തട്ടാത്ത ഈമാൻ ഉണ്ടായിരിക്കണം. ഇളക്കം തട്ടാത്ത ഈമാൻ അതുണ്ടെങ്കിലേ പ്രതിസന്ധികളെ നേരിടാൻ പറ്റൂ. 2, അള്ളാഹുവിനെ കുറിച്ചുള്ള കൃത്യമായ ഇൽമുണ്ടായിരിക്കണം. ഇൽമിൽ നിന്ന് ഇൽമോടുകൂടെയുള്ള ഈമാൻ അതുണ്ടായിരിക്കണം. ആ ഇൽമിനെ അമലാക്കി മാറ്റാൻ സാധിക്കണം. ഈ 3 കാര്യങ്ങളും സമ്മേളിക്കുമ്പോഴേ നമുക്ക് ഏത് പ്രതിസന്ധിയിലും ഉറച്ചു നിൽക്കാൻ പറ്റും. അതിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വീകരിച്ചിരുന്ന മറ്റൊരു മാർഗമാണ് പുതുതായി ഇസ്ലാമിലേക്ക് കടന്നു വരുന്നിരുന്ന ആളുകളൊക്കെ ചെറിയ ചെറിയ ഗ്രൂപ്പുകളാക്കും. ചെറിയ ഗ്രൂപ്പുകളാക്കിയിട്ട് അവർക്ക് ഖുർആൻ പഠിപ്പിക്കാനൊക്കെ ഒരാളെ ഏർപ്പാട് ചെയ്തു കൊടുക്കും. ആ കൂട്ടത്തിൽപ്പെട്ട ഒരു സംഭവമാണ് ഇതൊക്കെ മക്ക ജീവിത കാലഘട്ടത്തിലെ പ്രബോധനത്തിന്റെ പ്രാരംഭത്തിൽ നടന്നിട്ടുള്ള കാര്യങ്ങളാണ്. ആ കൂട്ടത്തിൽപ്പെട്ട ഒരു കാര്യമാണ് മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ സഹോദരി ഫാത്തിമ റളിയല്ലാഹു അൻഹ. അവർ ആദ്യകാലത്ത് ഇസ്ലാം സ്വീകരിച്ച ആളാണ്. അവരുടെ ഭർത്താവ് അഥവാ ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ ഭർത്താവ് സഈദ് ഇബ്നു സെയ്ദ് റളിയല്ലാഹു തആല അൻഹുവിനെയും അവർക്ക് ഖുർആൻ പഠിപ്പിക്കാനായി ഖബ്ബാബ് റളിയല്ലാഹു അൻഹുവിനെ നബി ഏർപ്പാട് ചെയ്തു. അവർ ഒരു 3 പേരടങ്ങുന്ന ഒരു സംഘം. ആ 3 പേരടങ്ങുന്ന ഒരു സംഘത്തിൽ ഖുർആൻ നന്നായി അവർക്ക് പഠിപ്പിക്കാൻ കഴിയുന്ന ഖബ്ബാബ് റളിയല്ലാഹു അൻഹുവിനെയും ഉൾപ്പെടുത്തി. ഖബ്ബാബ് റളിയല്ലാഹു തആല അൻഹു എന്നാണ് അവരുടെ ഉസ്താദ്, അവരുടെ മുഅല്ലിം. അദ്ദേഹം അവർക്ക് ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കുന്നു. ഇങ്ങനെ ചെറു സംഘങ്ങളാക്കി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ മാറ്റിയിട്ട് ഇങ്ങനെ പടിപടിയായി അവരെ ഖുർആനുമായി ബന്ധമുള്ള, ഖുർആനുമായി അഗാധമായ ബന്ധമുള്ള ആളുകളായി അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വളർത്തിക്കൊണ്ടുവന്നു. അതിന്റെ ഗുണഫലങ്ങൾ അവരുടെ ജീവിതത്തിലും അടുത്ത തലമുറകൾക്കും അതനുഭവിക്കാൻ സാധിച്ചിട്ടുണ്ട്. അവരൊക്കെ മനസ്സിലാക്കിയ കാര്യങ്ങളെ പൂർണ്ണമായും ജീവിതത്തിൽ പുലർത്തുന്നതോടൊപ്പം അടുത്ത തങ്ങളുടെ തലമുറകൾക്ക് അത് കൈമാറാൻ സകലമാന ത്യാഗങ്ങളും സഹിക്കുവാനും പ്രതിസന്ധികൾക്ക് മുമ്പിൽ ഉറച്ചു നിൽക്കുവാനുമുള്ള ഈമാനികമായ കരുത്ത് അവർ ഈ ഒരു ഖുർആനുമായുള്ള ബന്ധത്തിലൂടെ ആർജിച്ചിരുന്നു, നേടിയെടുത്തിരുന്നുവെന്ന് അവിടെ ചരിത്രങ്ങൾ പരിശോധിച്ചാൽ കാണാം. ഞാൻ നേരത്തെ പറഞ്ഞ മഹാനായ ബിലാൽ റളിയല്ലാഹു തആല അൻഹുവിന്റെ തന്നെ സംഭവങ്ങൾ പരിശോധിച്ചാൽ അതൊന്നുകൂടെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. മഹാനായ ബിലാൽ റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം മരണാസന്നനാകുന്ന സന്ദർഭത്തിൽ അദ്ദേഹം നിർവഹിച്ചിട്ടുള്ള ചില പ്രസ്താവനകളുണ്ട്. അദ്ദേഹത്തിന് റസൂലുള്ളയോടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറ്റു സഹാബികളോടൊക്കെ ഉണ്ടായിരുന്ന ഉത്കടമായ സ്നേഹത്തിന്റെ ആഴവും പരപ്പും ബോധ്യപ്പെടുത്തുന്ന പ്രസ്താവനകൾ മരണവേളയിൽ അദ്ദേഹത്തിൽ നിന്നും പുറത്തു വന്നിട്ടുണ്ട്. ആ പ്രസ്താവനകളിൽ ഈ ദീനിനോടും ഈ ദീനിന്റെ പ്രസരണത്തിലും ഈ ദീനിന്റെ മാർഗത്തിൽ പ്രതിസന്ധികളെ തരണം ചെയ്ത് ത്യാഗം സഹിച്ച ആളുകളോടും അദ്ദേഹത്തിന് ഉണ്ടായിരുന്ന സ്നേഹത്തിന്റെ ആഴം ബോധ്യപ്പെടുത്തുന്നുണ്ട്. അദ്ദേഹം മരണം അനുഭവിക്കുന്ന സന്ദർഭത്തിൽ 60-ാമത്തെ വയസ്സിലാണ് മഹാനായ ബിലാൽ റളിയല്ലാഹു തആല അൻഹു മരിക്കുന്നത്. നബിയോടുള്ള ഉത്കടമായ സ്നേഹം കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം ബാങ്ക് വിളിക്കാൻ അദ്ദേഹം തയ്യാറായിരുന്നില്ല എന്ന്
ചരിത്രകാരന്മാർ പറയുന്നുണ്ട്, അങ്ങനെ പറയപ്പെടുന്നുണ്ട് ചരിത്രത്തിൽ. മഹാനായ ബിലാൽ റളിയല്ലാഹു തആല അൻഹു മരണവേളയിൽ അദ്ദേഹത്തിന്റെ സന്തോഷം രേഖപ്പെടുത്തുകയാണ്. ഭാര്യ അടുത്തിരുന്നു കൊണ്ട് അദ്ദേഹത്തിന്റെ വേർപാടിൽ ദുഃഖം പ്രകടിപ്പിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത്, അദ്ദേഹത്തിൽ നിന്ന് വരുന്നത് സന്തോഷമുളവാക്കുന്ന വാക്കുകളാണ്. ഞാൻ എന്റെ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അദ്ദേഹത്തിന്റെ അനുചരന്മാരും കടന്നുപോയ ആ ലോകത്തേക്ക് ഞാൻ കടന്നു പോകുകയാണ്, അതുകൊണ്ട് ഞാൻ ഏറെ സന്തുഷ്ടനാണ് എന്ന് പറഞ്ഞ് മരണവേളയിൽ തന്റെ അടക്കാൻ കഴിയാത്ത സന്തോഷം പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഭാര്യ അദ്ദേഹത്തിന്റെ അടുത്തിരുന്നു കൊണ്ട് ഭർത്താവിന്റെ വേർപാടിൽ തൊട്ടടുത്ത നിമിഷം തന്റെ ഭർത്താവ് ഇതാ ഇവിടെ ഇഹലോക ജീവിതം അവസാനിപ്പിച്ച് ഇവിടുന്ന് കണ്ണടച്ച് അദ്ദേഹം പോകുകയാണ്. ആ സന്ദർഭത്തിൽ അവർക്കുണ്ടായിരുന്ന ദുഃഖം പ്രകടിപ്പിക്കുമ്പോൾ അദ്ദേഹം സന്തോഷമാണ് രേഖപ്പെടുത്തുന്നത്. അദ്ദേഹം താൻ സഹിച്ചിട്ടുള്ള പ്രയാസങ്ങളുടെയും ദുരിതങ്ങളുടെയും കൂലി ഏറ്റുവാങ്ങാൻ വേണ്ടി മറുലോകത്തേക്ക് പോകുന്നതിലും പ്രവാചകനും അനുചരന്മാരും കടന്നുപോയ ലോകത്തേക്ക് താൻ കടന്നു പോകുകയാണ്, അതിലുള്ള സന്തോഷം അദ്ദേഹം രേഖപ്പെടുത്തുന്നു. ഇപ്പുറത്തിരുന്ന ഭാര്യ അദ്ദേഹത്തിന്റെ വേർപാടിൽ ദുഃഖം അത് കടിച്ചമർത്താൻ സാധിക്കാതെ അവരുടെ വേദനയും പ്രകടിപ്പിക്കുന്നു. ഇവിടെയൊക്കെ നമ്മൾ ആലോചിക്കേണ്ടത്, മഹാനായ ബിലാൽ റളിയല്ലാഹു തആല അൻഹുവിനെ പോലെ മരണത്തെ സന്തോഷപൂർവം, മരണത്തിന് സ്വാഗതം